നമ്മുടെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ഇത്. നമുക്കൊരു അടിപൊളി മത്തിക്കറി വെക്കാം. അപ്പൊ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്, അത് ചൂടായി വരട്ടെ. നമുക്കൊരു നല്ലൊരു മത്തിക്കറി, നമ്മളൊരു പുളിമുളക് സ്റ്റൈൽ മത്തിക്കറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചട്ടി ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കുറച്ച് ഉലുവയിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഒന്ന് വരണ്ട് വരുന്ന ടൈമിൽ നമുക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടിയാണ് ആഡ് ചെയ്തേണ്ടത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തൊന്ന് എടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് ഒരു കഷ്ണം പുളിയും കൂടി ആഡ് ചെയ്തിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നല്ലപോലെ പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടി ആഡ് ചെയ്യാം. നല്ല കുഴമ്പുളി നല്ല പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ആഡ് ചെയ്യാം. കുഴമ്പുളിയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് മുരിങ്ങക്കയും കൂടി ആഡ് ചെയ്യണം. അപ്പൊ ഇത് നല്ല തിളച്ച് വരട്ടെ. അപ്പൊ നമുക്ക് കുറച്ച് അടച്ചു വെക്കാം. അപ്പൊ മീൻകറിയുടെ അരപ്പ് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ആണ്. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പൊ നമ്മളിന്ന് മത്തി ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പൊ അത് കുറച്ച് ഓയിൽ മതി. നോർമലി നമ്മൾ ഫിഷ് ഫ്രൈ അല്ലേ ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ചെയ്യുന്നത്. കാരണം മത്തി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. മത്തിയിൽ എന്തായാലും നെയ്മത്തിയാണ്. അപ്പൊ എന്തായാലും നെയ്യ് കാണും, ഓയിൽ കാണും. അപ്പൊ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ബാക്കി ഓയിലിൽ തന്നെ നമുക്ക് ആ മീൻ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാനിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ചോറ് വയ്ക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് അടിപൊളി ലഞ്ചാണ്. ഒരുപാട് ഡിഷസ് ഉണ്ട്. ഫസ്റ്റ് കുറച്ച് ചീനച്ചക്കയും പപ്പടവും മീൻകറിയും. എങ്ങനെയുണ്ട് അടിപൊളി ഗൈസ്. മീൻകറി എങ്ങനെയുണ്ട്? മീൻകറി മസ്റ്റ് ട്രൈ ചെയ്യണം. പ്രത്യേക കോമ്പിനേഷനാണ്. ഫിഷ് ഫ്രൈ എങ്ങനെയുണ്ട്? ഫിഷ് ഫ്രൈ വേറെ ലെവല്. മസ്റ്റ് ട്രൈ. ഇപ്പോൾ കഴിച്ചിട്ട് കാണാം. മത്തി കഴിക്കുന്ന ഒരു രീതിയുണ്ട് ഗൈസ്. ഇങ്ങനെ കിട്ടാം. Stay tuned in our channel. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. bye. Wait for that.